ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒനിയനൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബാഗ് ഉണ്ടല്ലോ, ആ ഒരു ബാഗിൻ്റെ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ ഒനിയൻ വാങ്ങുന്ന ബാഗ്. അപ്പോൾ അതിൻ്റെ മേളിലുള്ള ആ ഒരു ത്രെഡിനെ നമ്മൾ ആദ്യം അത് കീറാതെ വലിച്ചെടുക്കണം. പുറത്തേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ആ കെട്ടി പിടിച്ചിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ അതിനൊന്ന് പുറത്തേക്ക് റിമൂവായി കിട്ടും. എന്നിട്ട് നമ്മൾ ആ ഒരു ഹോളിൽ കൂടി തന്നെ അത്യാവശ്യം കട്ടിയുള്ള കമ്പി ഉണ്ടല്ലോ, നല്ല നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന ആ ഒരു കമ്പിയല്ല യൂസ് ചെയ്യേണ്ടത്, അതിലും ഇത്രയും കൂടിയും കട്ടിയുള്ള ടൈപ്പ് ഒരു കമ്പിയാണ്. അതിനെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കൂടെ നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ റൗണ്ടായിട്ട് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അക്വേറിയത്തിൽ നമ്മൾ ഫിഷിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ നെറ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി അത് പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ഇതുപോലെ നെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഇതുപോലെ ഒനിയൻ ബാഗ് ഇല്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സിമ്പിളായിട്ടുള്ള നെറ്റ് ഉണ്ടല്ലോ, ഇപ്പം ദുപ്പട്ടയൊക്കെ ഉണ്ടല്ലോ, അതെടുത്താലും മതിയാവും. പക്ഷേ അതിന് നല്ല അരമുള്ള ടൈപ്പിലുള്ള നെറ്റ് നമ്മൾ എടുക്കരുത്. സോഫ്റ്റായിട്ടുള്ള നെറ്റ് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ഇപ്പം ഇതിനാണെങ്കിൽ ഓൾറെഡി ഇതുപോലൊരു ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു കമ്പി കടത്തിയെടുക്കുന്നത്. ഇപ്പം ഇല്ലെങ്കിൽ നമ്മൾ സൂചി നൂലെടുത്തിട്ടൊന്ന് തുന്നിക്കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് കൂടെ ഈ ഒരു കമ്പി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിപ്പം ആവശ്യത്തിനനുസരിച്ചിട്ട് നീളത്തിൽ ആ കൈ പിടിക്കാനുള്ള ഏരിയ ഉണ്ടല്ലോ, അത് ആ ഒരു പിടി നമ്മൾ ആവശ്യത്തിനുള്ള നീളത്തിൽ ആ കമ്പി കൊണ്ടുവരിക. എന്നിട്ട് അതിനൊന്ന് നന്നായിട്ട് ചുറ്റി സ്ട്രോങ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നല്ല ഇത്രയും കൂടിയും സ്ട്രോങ്നെസ് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പീനെ 2 ലെയറിൽ അകത്തേക്ക് നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി കൊണ്ടുവന്നിട്ട് അതിനെ സെക്യൂറായിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിപ്പം ഓൾറെഡി അതിലൊരു ലെയർ നമ്മൾ കടത്തിയെടുക്കാനുള്ള ലെയർ അതിൽ തന്നെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു നൂലിനെ നമ്മൾ വീണ്ടും ഈ കമ്പീനെ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന എക്സസ് കമ്പി നമ്മൾ ഇതുപോലെ ഒരു പിടിയാക്കിയിട്ട് ചുറ്റി വരിഞ്ഞ് നല്ല സ്ട്രോങ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ചുറ്റി വരിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭാഗം പോലും പുറത്തേക്ക് നിൽക്കരുത് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൈമ കയറും. അതിനൊന്ന് നന്നായിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടി, ഇപ്പോൾ വേണമെങ്കിൽ ഒരു ത്രെഡ് വേണമെങ്കിൽ ത്രെഡായിട്ടൊന്ന് ചുറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കമ്പി പുറത്തേക്ക് നിൽക്കില്ല. അതിന് ശേഷം നമ്മുടെ ഈ ഒരു നെറ്റ് നമുക്ക് വേണ്ടത്ര ലെങ്ത്തിൽ, ഒരുപാട് ലെങ്ത്ത് വേണ്ട, ഫിഷിനെ എടുക്കാനല്ലേ, അപ്പം നമുക്ക് അധികം ലെങ്ത്ത് വേണ്ട. അപ്പം നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതേ കളറിലുള്ള ത്രെഡും നീഡിലും എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ സൂചി, നമ്മുടെ തുന്നുന്ന സൂചിയാണ് എടുത്തിരിക്കുന്നത്, ഒരു സൂചിയും നൂലുമാണ് എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് ഈ ഒരു താഴ്ഭാഗത്തായിട്ട് നന്നായിട്ട് തുന്നി കൊടുക്കുന്നുണ്ട്. എഡ്ജ് എത്തുമ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുന്നുന്നതിന് പകരം നമുക്ക് ഗമ്മ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുത്തിട്ട് ഒന്ന് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. പക്ഷെ അത് ഉരുകി കയറി പിടിക്കും. അപ്പോൾ ചിലപ്പോൾ അത്ര ഫിനിഷിംഗ് ആയിട്ട് കിട്ടില്ല. ഇത് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടേതായ ഇതുപോലുള്ള നെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇതുപോലെ നമ്മുടെ മീനിനെ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ₹1 ചിലവില്ലാതെ നമ്മുടെ ഫിഷിംഗ് നെറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ.